നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിലെ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, ഗുരുവായൂർ അമ്പലത്തിൽ ജസ്ന എന്ന പെൺകുട്ടി കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരോപണം നടക്കുന്നുണ്ട്, എന്താണ് താങ്കളുടെ അഭിപ്രായമെന്ന്. അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വിഷയത്തിൽ കൂടുതൽ അറിവ് ഉണ്ടായിരുന്നില്ല. എങ്കിലും അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നീട് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞു. അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ, അല്ലാതെ അഭിപ്രായത്തിൽ നിന്ന് മാറ്റമൊന്നും ഇല്ല. പിന്നീട് ഞാൻ അതേപറ്റി കൂടുതൽ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഞാനൊരു ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. ആ കുട്ടിയും ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തയായി ആണ് ഞാൻ അദ്ദേഹത്തിന്റെ രീതികളിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം അങ്ങനെ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പന്റെ ഉണ്ണിക്കണ്ണന്റെ മനോഹരമായ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു. ആ ചിത്രങ്ങൾ അദ്ദേഹം സെയിൽ ചെയ്യുന്നു. ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ആ ചിത്രങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ കുട്ടി അവർക്ക് ആ ചിത്രങ്ങൾ സമ്മാനിക്കുന്നു. അപ്പൊ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ഏറ്റവും രസം തോന്നിയത്, എന്നെ വളരെയേറെ വിമർശിക്കുന്ന ചില ആളുകളൊക്കെ ഈ കുട്ടീനെ പുകഴ്ത്തി വലിയ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടു. നന്നായി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതിലും. എന്താണെങ്കിലും അങ്ങനെ ആ കുട്ടി ശരിക്കും അവരൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പൊ സ്വാഭാവികമായി അവരുടെ സമൂഹത്തിൽ നിന്ന് ആ കുട്ടിക്ക് നിരന്തരമായിട്ട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഉണ്ണിക്കണ്ണനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾ സ്വാഭാവികമായിട്ട് അവരുടെ വിശ്വാസത്തിൽ ഉള്ള ആളുകളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടിയും ഗുരുവായൂർ അമ്പലവുമായി ഉണ്ടായിരുന്ന ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ തലപൊക്കി എന്നുള്ളത് സോഷ്യൽ മീഡിയ വഴിയാണ് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നില്ല മെയിൻ മീഡിയ ഒന്നും അത് ഒരു വാർത്തയാക്കിയില്ല എന്നുള്ളത്. ഇതേ സംബന്ധിച്ച് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷേത്രം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ അല്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്? അത് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വിശ്വാസമില്ലെങ്കിൽ, ക്ഷേത്ര ആചാരത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട. അപ്പോൾ അത് പ്രൈവറ്റ് ഏരിയയാണ്. വിശ്വാസികളുടെ മാത്രമുള്ളൊരു സ്വകാര്യ ഏരിയയാണ് ക്ഷേത്രം. അവിടെ പോകേണ്ടത് പ്രാർത്ഥിക്കാനാണ്, അവിടെ പോകേണ്ടത് നാമജപത്തിനാണ്, അവിടെ പോകേണ്ടത് ആ ഈശ്വരനിലേക്ക് മനസ്സർപ്പിച്ചാണ്. അത് ക്ഷേത്രം എന്നുള്ളത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആരാധനാലയങ്ങളും അവരവരുടെ വിശ്വാസികളുടെ സ്വകാര്യ സ്ഥലങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ. കാരണം ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോഴും അതിന് താന്ത്രിക വിധി പ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചടങ്ങുകളൊക്കെ അതിന്റെ ഭാഗമായി, വെറും ഒരു കോൺക്രീറ്റ് നിർമ്മിതി എന്നുള്ളതിനുപരി ഒരുപാട് താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ അതിൽ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാതെയാണെങ്കിലും ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വഴിയെ പോകുന്ന എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറുക, ക്ഷേത്രത്തിൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊന്നും സാധ്യമല്ല. ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നുവെങ്കിൽ, അവിടെ ഒരു ആചാരമുണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ, അത് അവിടെയുള്ള എല്ലാ വിശ്വാസികളോടും ഒപ്പം അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ പോകാതിരിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി സാധിക്കില്ല. ഈ കുട്ടി ഒരു വിശ്വാസിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ വളരെ മനോഹരമാണ്. ഞാൻ ആ ചിത്രങ്ങൾ കണ്ടു. വലിയ വലിയ ആളുകൾ ഒക്കെ ആ ചിത്രങ്ങൾ ആ കുട്ടി സമ്മാനമായി നൽകുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആ കുട്ടിയെ അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് ആ കുട്ടിയോട് ഒരു സ്നേഹത്തോടെ, എനിക്ക് അദ്ദേഹത്തോട് ഒരു എതിർപ്പില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ണിക്കണ്ണനോടുള്ള ഭക്തി സത്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോടുള്ള വിശ്വാസം സത്യമാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ എന്തിനാണോ നിങ്ങൾ പോകേണ്ടത്, പ്രാർത്ഥിക്കാനാണ് പോകേണ്ടത്, അത് നടത്തുക, തിരിച്ചു പോരുക. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ റീലിടണം എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് കഴിവതും ഒഴിവായി നിൽക്കുക. എന്തുകൊണ്ടാണ്? അത് കുറേയേറെ വിശ്വാസികളുടെ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ്. അവരവിടെ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യണം എന്ന് തോന്നും. അപ്പൊ ആ കേക്കിൽ മുട്ടയുണ്ടോ മുട്ടയില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലെന്ന് ഈ കുട്ടി പറയുന്നു, ഉണ്ടെന്ന് കുറേയേറെ ആളുകൾ പറയുന്നു. എന്താണെങ്കിലും അത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യാതിരിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാം ഉള്ളതോടൊപ്പം തന്നെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ കഴിവതും അവിടെ വെച്ച് അത് ഒഴിവാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്ക് പ്രിയപ്പെട്ട ജസ്ന എന്ന കുട്ടിയോട് പറയാനുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ കണ്ടത്, ആരോ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടൊരു ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. ശരിക്കും ആ കുട്ടിക്ക് അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഒരു ക്ഷേത്രമല്ലേ, അവിടെ പ്രാർത്ഥനയും ഭക്തിയും നിറഞ്ഞ അന്തരീക്ഷമുള്ള ഒരു സമയത്ത് അവിടെ ചെന്ന് കമന്റ് ചെയ്ത ഒരാളെ കണ്ടുപിടിക്കുക, അയാളുമായി യുദ്ധത്തിന് പോവുക, അതൊക്കെ നമുക്ക്
ക്ഷേത്രം എന്നുള്ളൊരു സ്ഥലത്തെ ഒഴിവാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കാത്തു നിന്നിട്ട് അവർ വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അവരോട് പറയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹബുദ്ധിയുള്ളൊരു ഉപദേശമായിട്ട് എടുക്കുക. നിങ്ങൾ ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾ മറ്റുള്ള അതിനെ ഒരു ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക, എതിർക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ എതിർക്കാൻ ഒരുപാട് ആളുകൾ എല്ലായിടത്തുമുണ്ട്. അപ്പൊ അങ്ങനെ എതിർക്കാൻ ആളുകൾ ഉള്ളപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ കുറേയേറെ ക്രമീകരിക്കണം. അപ്പൊ അതുകൊണ്ട് തുടർന്നാണെങ്കിലും നിങ്ങൾ ഭക്തയായിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ആ ഭക്തി കാണിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെയോ റീലിലൂടെയോ അവിടെ പോയി കേക്ക് കട്ട് ചെയ്യുന്നത് കൊണ്ടോ അവിടെ പോയി നിങ്ങൾ ഗുരുവായൂരപ്പനാണ് നിങ്ങൾക്കെതിരെ കമന്റ് ചെയ്ത ആളെ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞിട്ട് അവരെ എതിർക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ ഭക്തി പുറത്തു വരേണ്ടത്. നിങ്ങൾ കറകളഞ്ഞ ഭക്തിയാണെങ്കിൽ സൗമ്യമായി നിശബ്ദമായി ആ ഭക്തി ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും കുറെ ശ്രദ്ധിക്കുക. നമ്മൾ ആരാണെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥനയ്ക്കായിട്ടാണ്, വഴിപാടുകൾക്കായിട്ടാണ്. അവിടെ പ്രാർത്ഥന വഴിപാടുകൾ നടത്തുക, തിരിച്ച് പോരുക എന്നുള്ളത് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. സ്നേഹവിദ്യ ഉള്ളൊരു ഉപദേശമായി മാത്രം ഇത് സ്വീകരിക്കുക. നമസ്കാരം.